മനോഹരമായ അടിവാരത്തിലാണ് ആനക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ മൈലുകൾക്കപ്പുറം നിന്ന് തീറ്റ തിന്നുന്ന ആനകളെയും ഒരു പരിധിവരെയൊക്കെ കാണാനാവും. ഇപ്പോൾ ഇത് ടോപ്പ് സ്ലിപ്പ് ആനക്യാമ്പ് എന്ന പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും പഴയ പേര് ഉലാന്തി എന്നായിരുന്നു. ഉലാന്തി വനസരകം. വനസരകം എന്നാൽ ഫോറസ്റ്റ് റേഞ്ച്. ഞങ്ങൾ ആദ്യം എത്തിച്ചേർന്നത് ആനകളെല്ലാം അവനവൻ്റെ വഴിക്ക് പോയിരിക്കുന്ന നേരത്തായിരുന്നു. എങ്കിലും കല്ലും മുള്ളും നിറഞ്ഞ കാനനയാത്രയ്ക്കൊടുവിൽ ദൂരെ നിന്നേ ആനക്യാമ്പ് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ അവിടെ ഒരാൾ ഞങ്ങൾക്ക് സ്വാഗതമോദാൻ എന്ന പോലെ നിൽപ്പുണ്ടായിരുന്നു. ഹൗ, മനസ്സ് നിറഞ്ഞു. ഇനി തുമ്പിക്കൈയുടെ തുഞ്ചത്ത് ഞങ്ങൾക്കായി ഒരു ഹാരവും കാത്തു വച്ചിട്ടുണ്ടോ എന്ന് മനസ്സിൽ വിചാരിക്കുന്നതിനിടെ ക്യാമറാമാന്മാർക്ക് വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങി അവനെ ഒപ്പിയെടുക്കാൻ തിടുക്കവുമായി. പക്ഷെ അപ്പോൾ ഞങ്ങളുടെ സഹായത്തിനൊപ്പമുണ്ടായിരുന്ന ഫോറസ്റ്റർ മുരളീധരൻ്റെ മുന്നറിയിപ്പ് വന്നു. വേണ്ടാങ്കെ, മഹൂത്ത് ഇല്ലാമൽ, അവൻ കിട്ടേ പോവണ്ട, അവൻ വെങ്കടേഷ്, റൊമ്പ രോഷക്കാരൻ. മഹൂത്ത് എന്നാൽ മഹൗട്ട് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ താൽക്കാലിക തമിഴ് പതിപ്പാണ്. ആനക്കാരനില്ലാതെ അവൻ്റെ അടുത്ത് ചെല്ലുന്നത് കുഴപ്പമാണ് എന്നർത്ഥം. ഏതാനും ദിവസം മുമ്പാണ് ഒരു മന്ത്രിപുത്രൻ്റെ സുഹൃത്തുക്കൾ വന്ന ക്വാളിസ് വണ്ടി അവൻ യാതൊരു പ്രകോപനവുമില്ലാതെ കൊമ്പിൽ കോർത്ത് ഒരു പരുവമാക്കി കൊടുത്തത്. വയറിളക്കത്തിൻ്റെ ക്ഷീണം കാരണം കക്ഷിയെ ദൂരേക്ക് വിടാതെ നിർത്തിയിരിക്കുകയാണെന്ന് മാത്രം. ഇവിടുത്തെ അന്തേവാസിയായിരുന്ന വിജയലക്ഷ്മി ക്യാമ്പിൽ തന്നെ പ്രസവിച്ച ഇവിടെ ജനിച്ചു വളർന്ന കൊച്ചനാണ് വെങ്കടേഷ്. നന്നേ ചെറുപ്പത്തിൽ മൗത്ത് ഓർഗൻ വായിക്കുകയും കാഴ്ചക്കാരെ രസിപ്പിക്കുകയും ചെയ്തിരുന്ന പഞ്ചാര കുഞ്ചു കുറച്ച് മുതിർന്നപ്പോൾ രോഷക്കാരനായിപ്പോയി. പക്ഷേ ബുല്ലുവെന്ന ബുള്ള് ആളങ്ങനെയല്ല. കാടും മലയും കയറി കുറെ അപ്പാവികൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നറിയേണ്ട താമസം 6.5 വയസ്സുകാരൻ കുഞ്ഞാപ്പി തീറ്റ അത്രടം വെച്ച് നിർത്തി മലയാളി മാമന്മാർക്ക് വണക്കം ചൊല്ലാനെത്തി. 12 കൊമ്പന്മാരും 6 സ്ത്രീ പ്രജകളുമുള്ള ക്യാമ്പിലെ ഏറ്റവും പൊടിക്കുഞ്ഞനാണ് ബുള്ള്. അന്തേവാസികളിൽ പലരും ഒന്നുകിൽ ക്യാമ്പിൽ തന്നെ ജനിച്ചു വീണവരോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ കാട്ടിൽ നിന്നും ബലം പ്രയോഗിച്ചോ അല്ലാതെയോ ഒക്കെ കൂട്ടിക്കൊണ്ടുവരപ്പെട്ടവരുമാണ്. ഒരിക്കൽ വാരിക്കുഴിയും ആനപിടുത്തവുമൊക്കെ ഉണ്ടായിരുന്ന ക്യാമ്പിൽ വാരിയും കുഴിയും ഒന്നുമില്ലാതെ തന്നെ അയ്യോ, എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ, എന്നെ ആരെങ്കിലും ഒന്ന് ദത്തെടുക്കണേ എന്ന് കരഞ്ഞു വിളിച്ച് കടന്നു വന്നവനാണ് ബുള്ള്. വെറും 1.5 മാസം പ്രായമുള്ളപ്പോൾ വാൽപ്പാറ കാട്ടിൽ നിന്നും കണ്ടെത്തിയ അനാഥക്കുട്ടി. എങ്ങനെയോ അമ്മയിൽ നിന്നും ആനക്കൂട്ടത്തിൽ നിന്നും വേർപെട്ട ആനക്കുട്ടി ദാഹിച്ചു വലഞ്ഞ് പേടിച്ചരണ്ട് വലിയ വായിൽ കരഞ്ഞ് കാടായ കാട് മുഴുവൻ കണ്ണീരൊലിപ്പിച്ച് നടക്കുന്നതിനിടയിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവനെ കണ്ടെത്തുന്നത്. കണ്ടുകിട്ടിയ കാലം മുതൽ ഓരോരോ ബാലാരിഷ്ടതകൾ ബുള്ളുവിനെ അലട്ടുന്നുണ്ടെങ്കിലും 4 ആൾ കൂടുന്നിടത്ത് ഒരു വെടിക്കുള്ള പൊടിക്കൈകളൊക്കെ കുഞ്ഞിക്കുറുമ്പനും പഠിച്ചു കഴിഞ്ഞു. പക്ഷേ എല്ലാവരുടെയും കണ്ണിലുണ്ണിയാണെങ്കിലും വെങ്കടേഷ്, കപിൽ ദേവ് തുടങ്ങിയ പായും പുലികളുടെ മുന്നിൽ ചെന്ന് ചാടാതെ അവനെ കാക്കുകയും വേണം. ഇതിൽ ഒരുപാട് എല്ലാ ആനകൾക്കും ഒരാനയ്ക്കും ഒவ்வொரு സ്പെഷ്യാലിറ്റി. ஆனால் சார் ஒரு ഏറ്റവും സാറിന് സ്പെഷ്യാലിറ്റി തോന്നിയാണ് அப்படி தோன்றது இந்த புல்லுங்கிற ஒரு குட்டியான தான். பிகாஸ் அது வந்து 6.5 வயசு தான் ஆச்சு. அந்த 6.5 வயசுக்குள்ளேயே நிறைய ஒபீடியன்ட் ஒர்க்கெல்லாம் பண்ணுதுங்க. ஒரு காதை பிடிச்சி சுற்றும், ஒரு காலில் நடக்கும், 2 காலில் நடக்கும்,
டான்ஸ் ஆடும், இந்த மாதிரி ட்ரெயின் பண்ணி வச்சிருக்காங்க அது. ஸோ அந்த எலிஃபெண்ட் எனக்கு ரொம்ப பிடிக்கும். புல்லு വളരെ പെറ്റ് ரொம்ப பெட்டாக இருக்கும், எல்லாத்துக்கிட்டையும் ரொம்ப ஃப்ரெண்ட்லியாக பழகும். குறிப்பாக குழந்தைகள் வந்தாங்கன்னா டிஸ்டர்ப் பண்ணாமல் அவங்ககிட்ட அன்பாக பழகும். നമ്മളെ ആനകൾ ഹൈലി സെൻസിറ്റീവ് എന്ന് ஆமாங்க ஆமாங்க, ரொம்ப நுட்பமான அறிவுங்க அதுக்கு. ஆமாங்க. ஆனால் ആനയ്ക്കൊരു ഒരു മെയില് ഫീമെയിൽ ഇതൊരു ഫീമെയിൽ എലിഫന്റ് പ്രഗ്നന്റ് ആണ്. எப்படி ഇതൊരു നമ്മളൊരു മനുഷ്യർക്ക് നല്ല தெரிஞ்சது ആനകൾക്കും അത് மாதிரி தெரியுமா? டெஃபினட்டாக தெரியும். இப்போ மனிதர்களை பொறுத்த வரைக்கும் ஹியூமன் பீயிங்ஸு லேபுக்கு போய் தான் ப்ரெக்னன்சி வந்து கன்ஃபார்ம் பண்ணணும். ஆனால் ஒரு பெண் யானை வந்து கர்ப்பத்தில் இருந்தால் எந்த காரணம் கொண்டும் ஆண் யானை வந்து அதோட மேட்டிங் பண்ணாது. அதுக்கு எப்படி அது தெரியும்னு கேட்டிங்கன்னா, அதனுடைய இயல்பான குணம் என்னன்னு கேட்டிங்கன்னா, மேட்டிங் மூடில் வந்தால் ஆண் யானை இந்த பெண் யானையினுடைய வெஜைனாங்கிற உறுப்பில் தன்னுடைய துதிக்கை வச்சு ஒரு ஸ்மெல் பார்க்குங்க. ஸ்மெல் பார்க்கும். அந்த ஸ்மெல்லையும் தெரியலன்னா அதுலேருந்து ஒரு ட்ராப் எடுத்து தன்னுடைய டங்கில் வைக்குங்க. வச்சு நாவில் வைக்கும். வச்சா அதனுடைய டேஸ்ட்டு ஒரே செகண்டில் அதனுடைய பிரெயினுக்கு போகும். பிரெயினுக்கு போய் உடனே அதுக்கு வந்து ரிசல்ட் கிடச்சிரும். இந்த யானையினுடைய வயிற்றில் குட்டி இருக்குது, ஸோ இது மேட்டிங்க்கு தயார் இல்லைன்னு சொல்லிட்டு திரும்பி ഡിസ്റ്റർബ് ചെയ്യുക ചെയ്യാം. എന്താണ് പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെങ്കിൽ ഞാൻ പറയുവാണെങ്കിൽ ഇപ്പോൾ ഒരു പെണ്ണാന അതൊരു ഗർഭിണിയാണെന്ന് ഒരു കൊമ്പനാന എങ്ങനെയാണ് മനസ്സിലാക്കണമെന്ന് അത് പിടിയാനയുടെ അടുത്തേക്ക് ചെല്ലുന്ന കഴിയുമ്പോൾ ഒന്നുകിൽ അത് മണത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം, അല്ലെങ്കിൽ ഒരു മണത്തിട്ടും മനസ്സിലാവുന്നില്ലെങ്കിൽ അതിൻ്റെ ആ വെജൈനയിൽ നിന്ന് ഒരു ഡ്രോപ്പ് അതിൻ്റെ തുമ്പിക്കൈയുടെ അറ്റത്തുള്ള ആ തുണിക്കൈയിലേക്ക് അത് പറ്റിക്കഴിഞ്ഞാൽ ആ ഡ്രോപ്പ് അത് അതിൻ്റെ നാവിൽ വെച്ച് കഴിയുമ്പോൾ അതിൽ സ്വാദിലുള്ള വ്യത്യാസം കൊണ്ട് ഈ പറയുന്ന കൊമ്പനാന കൃത്യമായിട്ട് മനസ്സിലാക്കും. ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ അത് മനസ്സിലാകും. അങ്ങനെ മനസ്സിലായി ആ പിടിയാന ഗർഭിണിയായെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ആ കൊമ്പനാന ഡിസ്റ്റർബ് ചെയ്ത് അതിനെ ശല്യപ്പെടുത്താൻ അത്രയ്ക്ക് വളരെ ഒരു നമ്മൾ പറയുന്ന സംസ്കാര സമ്പന്നരാണല്ലേ, വളരെ കൾച്ചറൽ കൂടിയാണല്ലേ, വളരെ കൃത്യമായ ഒരു കൾച്ചറും കൂടിയുണ്ട്. അതേമാതിരി ஒரு பெண் யானையினுடைய கர்ப்பகாலம் 18 மாதங்கள்லேருந்து 22 மாதம் வரைக்கும் ஏறக்குறைய 2 வருடம் ஆகும். இந்த 2 வருடத்தில் ஒரு குட்டி போட்டால் மீண்டும் அந்த குட்டிக்கு 2 வருடம் வரைக்கும் பிரஸ்ட் ஃபீடிங் பண்ணிகிட்டே இருக்குங்க. மினிமம் பீரியட் 2 இயர்ஸ். 2 இயர்ஸ் ப்ளஸ் ஃபீடிங் வந்து 2 இயர்ஸ். ஸோ 4 வருட காலம் ஒரு யானை வந்து ஒரு தடவை குட்டி போட்டால் மீண்டும் அடுத்த இனப்பெருக்கத்துக்கு தயாராகிறதுக்கு 4 வருஷம் ஆகும். அதனாலேயே யானைகளுடைய இனப்பெருக்கம் குறைவாக தான் இருக்குது. കൊമ്പന്മാർ ഇടയ്ക്കിടെ ശണ്ട കൂടുന്നത് ഇവിടെ പതിവാണ്. വഴക്കും വൈരാഗ്യവും മൂത്ത് ചിലപ്പോൾ ഒരുത്തൻ മറ്റൊരുത്തനെ കുത്തി കൊടലും പണ്ടവും പുറത്ത് ചാടിക്കാനും മടിച്ചെന്നു വരില്ല. പക്ഷേ പെൺമണികൾ അവർ അങ്ങനെയല്ല. പരസ്പര ധാരണയും കൂട്ടായ്മയുമാണ് അവരുടെ കെട്ടുറപ്പ്. ഒരു നാൾ അപ്പുറത്ത് അടുപ്പ് പുകയുന്നില്ലെന്ന് കണ്ടാൽ ആരും പറയാതെ തന്നെ ഉരി അരിയോ ഒരു മൂട് കൊള്ളിക്കപ്പയോ കൊണ്ട് കൊടുത്തിട്ട് പിള്ളേരുറങ്ങും മുമ്പ് അവർക്ക് വേവിച്ചു കൊടുനാത്തൂനെ എന്ന് പറയാനും, വിഷമിക്കേണ്ട, സമയം ശരിയാവുമ്പോൾ എല്ലാം ശരിയാവും എന്ന് സമാശ്വസിപ്പിക്കുവാനുമുള്ള സന്മനസ്സും അവർക്കിടയിലുണ്ട്. 12 ആണുങ്ങളും 6 പെണ്ണുങ്ങളും മാത്രമുള്ള ക്യാമ്പിൽ വിലയും നിലയുമൊക്കെ പെണ്ണുങ്ങൾക്കായിരിക്കുമെന്ന കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. സ്ത്രീധനമെന്നത് ഇവിടെ അറബ് രാജ്യങ്ങളിലേതുപോലെ ആണ് പെണ്ണിന് നൽകേണ്ടുന്ന ധനവുമാണ്. വില്ലാതി വില്ലന്മാരും വീരാംഗനകളും നാടുവാഴുന്ന ആനമല ക്യാമ്പിലെ അപൂർവ സുന്ദര വിശേഷങ്ങൾ ഇവിടെ തീരുകയല്ല, തുടരുക തന്നെയാണ്.